നമ്മൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും വലിപ്പമുള്ള ഒരു പാറയിൽ നിന്ന് ഏകദേശം 350 അടി നീളവും 200 അടി വീതിയും 150 അടി പൊക്കവുമുള്ള ഒരു ക്ഷേത്രം മുഴുവനായിട്ട് മുകളിൽ നിന്ന് താഴോട്ട് കുത്തി എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഏകദേശം ഒരു വലിപ്പം മനസ്സിലാകണമെങ്കിൽ താഴെ കൂടെ നടക്കുന്ന ആ മനുഷ്യരുടെ വലിപ്പമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ മതി. പാറയിൽ നിന്ന് പൂർണ്ണമായിട്ട് കുത്തിയെടുത്ത് വെച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ വശങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ അകത്തു നിന്നുള്ള ദൃശ്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിനെക്കുറിച്ചുള്ള മറ്റ് യാതൊരുവിധ വിവരങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ക്ഷേത്രത്തിൻ്റെ ചരിത്രമോ പുരാണമോ ഇതിഹാസങ്ങളോ ആരാണ് നിർമ്മിച്ചതെന്നോ ഒന്നും ഇതിനകത്ത് പറയുന്നില്ല. ഇതിനകത്ത് ആകെ ഞാൻ പറയുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ പിടിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നാണ്, ഓരോ ദൃശ്യങ്ങളും ക്ഷേത്രത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നാണ് പിടിച്ചിരിക്കുന്നത് എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിലെ മഹാത്ഭുതമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന എല്ലോറയിലെ കൈലാസ ക്ഷേത്രത്തിൻ്റെ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും ഈ കൈലാസ ക്ഷേത്രത്തിൻ്റെ ഭംഗിയുടെ അല്ലെങ്കിൽ വലുപ്പത്തിൻ്റെ 1000-1 പോലും എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റുകയില്ല. ഞാൻ വിവരിച്ചു കഴിഞ്ഞാലും അത് ഒരിക്കലും ഇതിൻ്റെ 7 അയലോക്കത്ത് പോലും എത്തുകയില്ല എന്നുള്ളൊരു ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ വിവരിക്കുന്നില്ല എന്ന് പറഞ്ഞത്. ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തൂടെ വന്ന ഇടതുവശത്തൂടെ കയറി മുകളിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് കാണുന്നത്. എനിക്ക് ഈ വീഡിയോയിൽ ഒരു ഭാഗം പോലും കട്ട് ചെയ്ത് കളയാനായിട്ട് എനിക്ക് മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത ഭാഗത്തുള്ള ദൃശ്യം കാണുന്നുണ്ടെങ്കിൽ മുന്നോട്ട് സ്കിപ്പ് ചെയ്ത് പോകാം. പക്ഷേങ്കിൽ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ നിന്ന് ഞാൻ എടുത്ത ഒരു ഭാഗം പോലും എനിക്ക് കട്ട് ചെയ്ത് കളയാനായിട്ട് എനിക്ക് മനസ്സ് വരുന്നില്ല. നമ്മൾ ഈ ഇടതുവശത്തൂടെ കയറി പുറകുവശത്തൂടെ വന്ന് വലതുവശത്തൂടെ വന്ന് ആണ് ക്ഷേത്രത്തിനകത്തോട്ട് കയറുന്നത്. ക്ഷേത്രത്തിനകത്തോട്ട് കയറുമ്പോൾ ക്ഷേത്രത്തിന് അനേകം മുറികളുമൊക്കെ ഉള്ളത് നമുക്ക് കാണാം. ഈ മുറികൾ മുഴുവൻ ഈ നിർമ്മിച്ചെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ മുറികൾക്കുള്ളിലുണ്ടായിരുന്നുള്ള പാറ നീക്കം ചെയ്താണ്. നമുക്കത് കാണുമ്പോൾ തോന്നും അത് പാറ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. പാറ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല, അവിടെ ഉണ്ടായിരുന്ന പാറകൾ അതിനകത്തുനിന്ന് നീക്കം ചെയ്തതാണ്. അപ്പം അങ്ങനെയാണ് ഇതിനകത്ത് കാണുന്ന മുറികൾ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. മുറികളും ശ്രീകോവിലുകളും ഹാളുകളും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ കാണാൻ പറ്റും. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ ദൂരെ ആൾക്കാരൊക്കെ നടക്കുന്നത് കണ്ടോ. ഇവിടെ നമ്മൾ ഈ എൻഡ് മുതൽ അങ്ങേ എൻഡ് വരെ ഈ ക്ഷേത്രം ഇവിടെ ഇല്ലാതെ ഇവിടെ മുഴുവൻ ഒരു പാറയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഈ പാറയ്ക്കകത്ത് നിന്ന് മുകളിൽ നിന്ന് താഴോട്ട്, അത് ആൾക്കാരാ നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് താഴോട്ട് ഘട്ടം ഘട്ടമായിട്ട് കുത്തി എടുത്തിട്ടാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ക്ഷേത്രം നമ്മൾ ഈ കാണുന്ന ഇതല്ല ക്ഷേത്രം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ പുറം മാത്രമാണ് കാണുന്നത്. ഇതിനകത്ത് ഒരു ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള മുഴുവൻ സ്ട്രക്ചറുകളും ഉണ്ട്. ചെറിയ ശ്രീകോവിലുകൾ, ചെറിയ ഹാളുകൾ, പ്രാർത്ഥനാ മന്ദിരങ്ങൾ, ഇതെല്ലാം ഈ ക്ഷേത്രം ഇത് മുഴുവൻ ഈ പാറയ്ക്കകത്തു നിന്നാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഇതുപോലൊരു കാഴ്ച ഒരിടത്തും കണ്ടിട്ടില്ല. ഞാൻ ഇന്ത്യക്ക് വെളിയിലൊന്നും ഞാൻ പോയിട്ടില്ല. എങ്കിലും ഇത് അത്ഭുതം എന്ന് ഞാൻ ഇതുവരെ ഒരു സാധനത്തിനെക്കുറിച്ചും ഒരു ക്ഷേത്രത്തിനെക്കുറിച്ചും ഒരു ഇതിനെക്കുറിച്ചും അങ്ങനെ ഓവറായിട്ട് എക്സൈറ്റഡ് ആയിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേങ്കിൽ ഇത് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ഇത് ഒരു ഇന്ത്യക്കാരനെന്നുള്ള നിലയിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സാധനമാണ്. ഞാനതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളിത് കാണുക, ദയവ് ചെയ്ത് ഇത് മുഴുവൻ കാണണം. ഇത് ഈ മുഴുവൻ എല്ലാ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മളിപ്പം ഇടതുവശത്തൂടെയാണ് കയറിക്കൊണ്ട് പോകുന്നത്. ഇപ്പോൾ ഇടതുവശം അടുത്ത ക്ലിപ്പ് വരുന്നത് മുകളിൽ നിന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മുകളിൽ കൂടെ വന്ന വലതുവശത്തൂടെ വന്ന ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കൂടെ അകത്തോട്ട് കയറുന്ന ദൃശ്യങ്ങളാണ് വരുന്നത്. അപ്പം ഇത് താല്പര്യമുള്ളവരിത് മുഴുവൻ ഇരുന്ന് കാണണം. എപ്പോഴും നമ്മൾ കാണുമ്പോൾ ഓർത്തോളൂ, എവിടെയെങ്കിലും ഒരു മനുഷ്യനെയും കൂടെ കൂട്ടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഏകദേശം ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രം നിർമ്മിച്ച സമയത്ത് ഇവിടുന്ന് ആയിരക്കണക്കിന് ടണ്ണ് പാറകൾ നീക്കം ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം. അതായത് നമുക്കറിയാം ഏകദേശം ഒരു 500 ക്യൂബിക് അടി വലുപ്പത്തിൽ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ 500 അടി നീളം, 500 അടി പൊക്കം, 500 അടി വീതി, അത്രയും വലുപ്പത്തിൽ ഏകദേശം ആ വലുപ്പത്തിലാണ് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഗ്രൗണ്ടും കൂടെ കൂട്ടി അത്രയും വലുപ്പം ഉണ്ടായിരുന്ന ഒരു പാറ ഇവിടുന്ന് മുഴുവനായിട്ട് നീക്കിയേക്കുവാണ്. ഈ പാറകൾ മുഴുവൻ എവിടെയാണെന്ന് ഇതുവരെ ഒരു ശാസ്ത്രജ്ഞനും കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. ഇവിടുന്ന് നീക്കം ചെയ്ത സാധനങ്ങൾ ഇവിടുന്ന് ഇത്രയും കൊത്തിയെടുത്ത് ഈ പാറകൾ എവിടെയെങ്കിലും കാണണമല്ലോ. ആ സാധനങ്ങൾ ഈ അടുത്ത പ്രദേശത്ത് പോയിട്ട് ഒരിടത്തുനിന്നും ഇത് കണ്ടെടുക്കാനായിട്ട് ഇതുവരെ ശാസ്ത്രജ്ഞന്മാർക്ക് ആർക്കും പറ്റിയിട്ടില്ല. ഈ എല്ലോറ ഗുഹകൾ ഇവിടെ കണ്ടെത്തി കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ഒത്തിരി ഗവേഷണങ്ങളും കാര്യങ്ങളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ വന്ന് നടത്തിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവിടുന്ന് നീക്കം ചെയ്ത ആയിരക്കണക്കിന് ടൺ കണക്കിന് പാറകൾ എവിടെയാണെന്നുള്ള കാര്യം ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ മുഗൾ ഭരണകാലത്ത് ഔറംഗസീബിൻ്റെ കീഴിലായിരുന്നു ഈ സ്ഥലങ്ങളെല്ലാം. ഔറംഗാബാദ് എന്നാണ് നേരത്തെ നമ്മുടെ ഈ സ്ഥലം ഇരിക്കുന്ന ജില്ല അറിയപ്പെട്ടുകൊണ്ടിരുന്ന ഔറംഗാബാദ് ജില്ല എന്നാണ് അറിയപ്പെട്ടുകൊണ്ടത്. ഈയിടെയാണ് മഹാരാഷ്ട്ര സർക്കാർ മാറ്റിയിട്ട് സംഭാജി നഗർ എന്നാക്കിയിട്ടുണ്ട് ആ ജില്ലയുടെ പേര്.
നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളും തകർക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ പല മൂർത്തികളുടെ പല ഭാഗങ്ങളും ഒക്കെ തകർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഔറംഗസീബിൻ്റെ കാലത്തും മുഗൾ ഭരണകാലത്തും ക്ഷേത്രങ്ങൾ അനേകം തകർത്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊന്നും ആരും സമ്മതിക്കുകയില്ല. എല്ലാവരും ചരിത്രകാരന്മാരും ഈ മതേതരവാദികളും ഒക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔറംഗസീബ് ഒക്കെയുള്ള ക്ഷേത്രങ്ങൾ തകർത്തത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു, ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാനായിട്ടായിരുന്നെന്നാണ് പറയുന്നത്. അങ്ങനെ ആയിരിക്കാം, അതിനെയും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേങ്കിൽ ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടുന്ന് ഒരു സാധനവും കൊള്ളയടിക്കാൻ ഇല്ല. കൊള്ളയടിക്കാൻ ഉള്ളവർ കൊള്ളയടിച്ചിട്ട് പോയാൽ മതിയല്ലോ. വെറുതെ അനേകം മൂർത്തികൾ ഇവിടെ നശിപ്പിച്ചിരിക്കുന്നത് കാണാം. അതൊന്നും എല്ലാം ഔറംഗസീബ് ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ചരിത്രത്തിൽ രേഖകളുണ്ട്. ഔറംഗസീബ് ഇവിടെ ആയിരക്കണക്കിന് പടയാളികളെ വർഷങ്ങളോളം ആയിരക്കണക്കിന് ഭടന്മാരെ ഇവിടെ ഈ ക്ഷേത്രം നശിപ്പിക്കാനായിട്ട് നിയോഗിച്ചിട്ട് അവരിവിടുന്ന് സുല്ലിട്ട് പോകുമായിരുന്നു. അവർ ചെറിയ കേടുപാടുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ വരുത്തിയെന്നുള്ളതല്ലാതെ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴും ഒന്ന് നോക്കിക്കുക, ഇത് ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചതെന്ന് തകർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തകർക്കണമെങ്കിൽ എത്ര ദിവസം എടുക്കും? അപ്പോൾ അതുപോലെ നമ്മുടെ പൂർവികർ ഇതാരാണ് നിർമ്മിച്ചതെങ്കിൽ, ഇപ്പം നിർമ്മിച്ചതിൻ്റെ പേരിലും ഒക്കെ തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആരാണ് ഇത് നിർമ്മിച്ചതെങ്കിലും ഇത് നമ്മുടെ ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു സാധനമാണല്ലോ. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോഴത്തെ ഈ ആധുനിക ടെക്നോളജികളെല്ലാം ഉള്ള ഈ സമയത്ത് ഒരു തുരങ്കം ഉണ്ടാക്കണമെങ്കിൽ, ഒരു ചെറിയ തുരങ്കം ഉണ്ടാക്കണമെങ്കിൽ എത്രമാത്രം മെഷീനറികളും എത്രമാത്രം ആൾക്കാരുടെ പ്രയത്നവും ഒക്കെ ഉണ്ടായിട്ടാണ് ഒരു ചെറിയ തുരങ്കം ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോഴും നമുക്കത് അതിന് വേണ്ടിയിട്ട് എത്രമാത്രം ശ്രമങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെയുള്ള കാലത്താണ് ഇത് 8-ാം നൂറ്റാണ്ടിലോ മറ്റോ ആണ് ഇത് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഇതുപോലെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അമാനുഷികമായിട്ടുള്ള കഴിവുകൾ എന്ന് തന്നെ പറഞ്ഞാലേ മതിയാവുള്ളൂ. നമ്മളിപ്പോഴും പറയുന്നത് ബ്രിട്ടീഷുകാർ വന്നു കഴിഞ്ഞിട്ടാണ് ഇവിടെ നിർമ്മിതികളുണ്ടായത്, ബ്രിട്ടീഷുകാർ വന്നിട്ടാണ് ഇവിടെ സ്കൂളുകൾ വന്നതെന്നൊക്കെ. ഞാൻ വേറൊരു വീഡിയോയ്ക്കകത്ത് കാണിക്കാം, ഇവിടെ ബുദ്ധന്മാരുടെ സ്കൂളുകൾ കാണിക്കാം. 3 നില കെട്ടിടങ്ങൾ കല്ലുകൊണ്ടുണ്ടാക്കിയത്, ഇതുപോലെ ഗുഹകൾ തുരന്നെടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന 3 നില കെട്ടിടങ്ങൾ. നമ്മളിപ്പോൾ ക്ഷേത്രത്തിന് മുന്നിൽ കൂടെ വന്ന് ക്ഷേത്രത്തിൻ്റെ ഇടത് വശത്തോടെ കയറി പുറകു വശത്തോടെ, അതായത് ക്ഷേത്രത്തിന് വെളിയിലൂടെ, ചുറ്റുമതിലിൻ്റെ വെളിയിലൂടെ ആണെന്ന് പറയാം, നമ്മളൊരു പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് സങ്കല്പിച്ചാൽ മതി. അതായത് നമ്മൾ ഇടത് വശത്തോടെ കയറി പുറകു വശത്തോടെ വന്ന് നമ്മളിപ്പം വലത് വശത്ത് വന്നു. ഇപ്പോൾ കാണുന്നത് വലത് വശത്ത് താഴോട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികളെയൊക്കെ അത്യാവശ്യം കൊണ്ട് കാണിക്കേണ്ട ഒരു സംഗതിയാണ്. ഇപ്പം വെക്കേഷൻ ടൈമാണ്, നല്ല ചൂടൊക്കെ ആയിരിക്കും. എങ്കിലും ആർക്കെങ്കിലും ഇങ്ങോട്ട് വരാനുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷനോ കാര്യങ്ങളോ അറിയാനായിട്ടുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലല്ല, ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇങ്ങോട്ട് എത്താനായിട്ടുള്ള മാർഗ്ഗങ്ങളും അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറയുന്നത് ഈ വെക്കേഷന് തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ കുട്ടികളെ ഇതുകൊണ്ട് കാണിക്കണം. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലോറ ഗുഹകൾ എന്ന് പറഞ്ഞുകൊണ്ട് പാഠപുസ്തകത്തിൽ ആകെപ്പാടെ ഒരു പെട്ടിക്കട പോലെ ഒരു പടമാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഒരു സംഗതി മനസ്സിലാകുന്നത്. ഇപ്പം നമ്മൾ ഈ കൈലാസ ക്ഷേത്രത്തിന് ഒരു വലത്ത് വെച്ച്, വെളിയിൽ കൂടെ ഒരു വലത്ത് വെച്ച് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശത്ത് നമ്മൾ വന്നിരിക്കുകയാണ്. ഇപ്പോഴാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് വരുന്നത്, മുൻവശത്ത് താഴെ വരുന്നത് ഇപ്പോഴാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇത് എല്ലോറയിലെ ഒരു ക്ഷേത്രമാണ്, ഒരു ഗുഹാക്ഷേത്രം മാത്രമാണ് ഈ കാണുന്നത്. ഇതുപോലെ 100 കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. ആ 100 കണക്കിന് ക്ഷേത്രങ്ങളിൽ 34 എണ്ണം മാത്രമേ നമുക്ക് പൊതുജനത്തിനായിട്ട് തുറന്ന് കൊടുത്തിട്ടുള്ളൂ. ഈ കൈലാസ ക്ഷേത്രം എന്ന് പറയുന്നത് ഇതിൽ ഓരോ ഗുഹകളും നമ്പർ ഇട്ടിരിക്കുകയാണ്. ഇത് 16-ാം നമ്പർ ക്ഷേത്രമാണ് ഈ കൈലാസ ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ കൈലാസ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ മറ്റ് ഗുഹാക്ഷേത്രങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇതുവഴിയാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത്. ക്ഷേത്രത്തിനകത്തോട്ട് കയറുന്ന വഴിയാണ് നമ്മൾ ആ വലതുവശത്തുള്ള കുറച്ച് ആ ഒരു പ്രതിമകൾ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കണ്ടിട്ട് അകത്തോട്ട് കയറാം. ഇത് നമ്മൾ ക്ഷേത്രത്തിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുമ്പം വലതുവശത്തായിട്ടുള്ള കാഴ്ചകളാണ്. ഇത് ഇങ്ങനെ തകർക്കപ്പെട്ടതാണോ എന്നറിയത്തില്ല, അല്ലാതെ തന്നെ കേടുപാടുകൾ പറ്റിയതുകൊണ്ട് കേട്ടോ. ഇതെല്ലാം തകർത്തതാണെന്നൊന്നുമല്ല ഞാൻ ആദ്യം പറഞ്ഞത്. പിന്നെ ഇത്രയും വലിയൊരു പാറ, 500 അടി നീളവും 500 അടി വീതിയും 500 അടി പൊക്കമൊക്കെ ഉള്ളൊരു പാറ നമ്മൾ ഈ താഴോട്ട് കൊത്തി എടുത്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ പാറയുടെ ചില ഭാഗങ്ങളൊക്കെ അടന്നു പോകും, അല്ലെങ്കിൽ ആ പാറയ്ക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉള്ളപ്പോഴും അതുകൊണ്ടൊക്കെയും ചിലപ്പം ഈ ചില ചിത്രങ്ങളൊക്കെ, ചില കൊത്തുപണികളൊക്കെ പൂർണ്ണമല്ലാതെ വന്നിട്ടുണ്ടാവാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ വരുന്നവർ ഗൈഡുകളെ കിട്ടും. ഇവിടെ ഗൈഡുകൾ ഇംഗ്ലീഷിലുമൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഈ വിവരങ്ങൾ മുഴുവൻ പറഞ്ഞു തരും. 800 രൂപയാണ് തോന്നുന്നു ഗൈഡിൻ്റെ ചാർജ്. അപ്പം ഗൈഡുകളുണ്ടെങ്കിൽ നമ്മൾ 3-4 പേരൊക്കെ ഒന്നിച്ച് വരുവാണെങ്കിൽ ഒരു ഗൈഡിനെ ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഓരോ കാണുന്ന പ്രതിമകളും ആരുടെ പ്രതിമയാണ് എന്താണെന്നൊക്കെ അവർ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരും. ഈ കാണുന്ന പ്രതിമ വരാഹാവതാരത്തിൻ്റെ പ്രതിമയാണെന്നാണ് തോന്നുന്നത്.
വീഡിയോയുടെ ആദ്യം ഞാൻ വിവരണങ്ങളൊന്നും പറയുകയില്ലെന്ന് പറഞ്ഞിട്ട് ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ്, ഇനി ഞാൻ കുറച്ചു നേരം മ്യൂസിക് ഇടുവാണ്. അടുത്ത ഒരു ഭാഗത്തോട്ട് വരുമ്പം ആ കാഴ്ചയെക്കുറിച്ച് പറയാം. ഇപ്പം നമ്മൾ അകത്തോട്ട് കയറി വരുമ്പോഴേ മുന്നിലായിട്ട് കാണുന്ന ഒരു വിഗ്രഹമാണിത്. ഈ വിഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ ഓർത്തോണം, ഈ വിഗ്രഹം വെളിയിൽ നിന്ന് കുത്തിക്കൊണ്ട് ഇവിടെ വെച്ചിരിക്കുന്നതല്ല. ഈ പാറകളുടെ ഭാഗമായിട്ട് തന്നെ ഇവിടെ തന്നെ കുത്തിയെടുത്തതാണ്. ഇതൊന്നും ഇവിടെ യാതൊരുവിധ ജോയിൻറ്റുകളും നമുക്ക് കാണാൻ പറ്റുകയില്ല. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ അകത്ത് ഇടതുവശത്താണ് കണ്ട, ആ മുന്നിൽ കാണുന്ന അവിടെയാണ് നമ്മൾ കുറച്ച് മുമ്പിൽ നിന്നുകൊണ്ടിരുന്ന വലതുവശത്തായിട്ട്. അവിടെ നിന്ന് നമ്മൾ ഇടതുവശത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതുപോലെ ഒരു വലിയൊരു പില്ലർ കാണാം. നമ്മൾ കണ്ടോ, ആ ദൂരെ മുകളിൽ കാണുന്ന സ്ഥലത്ത് അതുവഴിയാണ് നമ്മൾ കയറി മുമ്പ് നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ ഇവിടെ ഈ രണ്ട് വശത്തും ഉണ്ട് പില്ലർ. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതുകൊണ്ട് ഇങ്ങനെ ചെറിയ മുറികൾ കാണാം. ഈ മുറികൾക്കകത്തൊക്കെ ഉണ്ടായിരുന്ന പാറകൾ നീക്കം ചെയ്ത്, ഇതിനുള്ളിലുണ്ടായിരുന്ന പാറ നീക്കം ചെയ്താണ് ഈ മുറിയാക്കി ഇവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ഇടതുവശത്ത് തന്നെയാണ് കണ്ടോ, പല നിലകളായിട്ടാണ് പണിത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ നിർമ്മിതിയെക്കുറിച്ച് പറയുന്ന മുകളിൽ നിന്ന് താഴോട്ട് കുത്തിയാണ് വന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മുകളിലത്തെ നിലകളായിരിക്കുമല്ലോ ആദ്യം പണിയുന്നത്, മുകളിലത്തെ സ്ട്രക്ചറുകളായിരിക്കും ആദ്യം പണിയുന്നത്. എന്നിട്ടായിരിക്കും താഴോട്ട് ബാക്കി ഭാഗങ്ങൾ കുത്തി ആവശ്യമില്ലാത്ത ഭാഗങ്ങളെടുത്ത് കളഞ്ഞാണ് ഉണ്ടാക്കിയുള്ളത്. കണ്ടോ, ഇവിടെ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന പാറകൾ വെളിയിലോട്ട് നീക്കം ചെയ്ത് ഇങ്ങനത്തെ ഈ പ്രതിമകളൊക്കെ കുത്തിയെടുത്തിട്ട്, ഇവിടുത്തെ ചില പ്രതിമകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ കണ്ടിട്ട് നശിപ്പിച്ചതുപോലെ തന്നെയാണ് തോന്നുന്നത്. കണ്ടോ, ഈ ഭാഗം കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതെങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ പാറ കണ്ടോ, മുകളിൽ നിന്ന് ആ പാറ താഴോട്ട് കുത്തിക്കൊണ്ടുവന്ന് ഇവിടുന്ന് ഈ ഭാഗം വന്നു കഴിഞ്ഞപ്പോഴത്തേന് അകത്തെ ഈ മുറി പോലെ കാണുന്ന അകത്തെ ഭാഗങ്ങൾ കുത്തിയെടുത്ത് വെളിയിലോട്ട് കളഞ്ഞ് അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് ചെറിയ കുത്തുപണികളും ഉണ്ട് ഇവിടെ. ഇപ്പം നമ്മൾ വലിയ കുത്തുപണികളെക്കുറിച്ചും അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ നമ്മളിപ്പോൾ കാണുന്നുള്ളൂ. പക്ഷേ ചെറിയ കുത്തുപണികളും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും.
ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തായിട്ടുള്ള ഭാഗങ്ങളാണ് ഇങ്ങനെ ചെറിയ സ്റ്റെപ്പുകളാണ്. സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഇത് നമുക്ക് വേണമെങ്കിൽ ചുറ്റമ്പലം എന്ന് പറയാം. ക്ഷേത്രത്തിൻ്റെയൊക്കെ ചുറ്റമ്പലം എന്ന് പറയുന്ന ഏകദേശം ഒരു ഭാഗമാണെന്ന് പറയാൻ വേണമെങ്കിൽ ഇത്. അപ്പോൾ ഇങ്ങനെ ഉള്ള സ്ട്രക്ചറുകൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതുകൊണ്ട് ഇവിടെ മുന്നിൽ കണ്ടോ ആനകളാണ്. ആനകളുടെ ഈ കൊത്തുപണികൾ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സാമാന്യ വലിപ്പമുള്ള ആനകൾ, താഴെ നിൽക്കുന്ന ആൾക്കാരുടെ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ അറിയാം. സാമാന്യ വലിപ്പമുള്ള ആനകൾ ഈ മുഴുവൻ ക്ഷേത്രം എടുത്തുകൊണ്ട് നിൽക്കുന്ന ആ ഒരു രീതിയിലാണ് ഇവിടെ കൊത്തുപണികൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ വീണ്ടും ഇടതുവശത്ത് വന്നു. ഇടതുവശത്ത് ഈ ചുറ്റമ്പലം എന്ന് ഞാൻ പറഞ്ഞ, ചുറ്റമ്പലം പോലെ എന്ന് ഞാൻ പറഞ്ഞ അവിടുന്ന് ഒരു കോറിഡോറാണ്. ആ കോറിഡോറിൽ കൂടെ നമ്മൾ ഇതുവഴി നടന്നങ്ങ് വലതുവശം വരെ പോവുകയാണ്. ആ വലതുവശം വരെയുള്ള ഒരു സൈഡിലെ കാഴ്ച മുഴുവൻ കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്.
ഇത് ഈ ക്ഷേത്രത്തിൻ്റെ വലതുവശത്തായിട്ട് കാണാവുന്ന ഒരു ചെറിയൊരു ശ്രീകോവിലാണ്. ഇവിടെ ഉപദേവത അങ്ങനത്തെ സങ്കല്പമായിരിക്കും. വലത് ഭാഗത്തായിട്ടാണ് കാണുന്നത്. ഒരു ശിവലിംഗമൊക്കെ ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ കണ്ടോ, നമ്മൾ വലത് ഭാഗത്ത് വന്നു. വലത് ഭാഗത്ത് ഇതുപോലൊരു പില്ലറുണ്ട്. നമ്മൾ ഇടതുവശത്തൂടെ കയറി പുറകിൽ കൂടെ വന്ന് വലതുവശത്താണ് ഇപ്പം വന്നിരിക്കുന്നത്. വലതുവശത്തോ ഇടതുവശത്തോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരുപോലാണ് ഇരിക്കുന്നത്. ഇവിടെ ആനയുണ്ട്. ആനയ്ക്ക് രണ്ടും തമ്മിൽ ഈ ആനയ്ക്ക് കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വലതുവശത്തെത്തി. വലവശത്തൂടെ കയറി നമ്മൾ വീണ്ടും മുൻവശത്തൂടെ ഇടതുവശത്ത് വീണ്ടും വന്നിരിക്കുകയാണ്. ഇടതുവശത്ത് മുമ്പ് നേരത്തെ നമ്മൾ കണ്ട പില്ലർ തന്നെയാണ് ഈ കാണുന്നത്. മുമ്പ് നമ്മൾ പ്രദക്ഷിണം വെച്ചപ്പോൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചുറ്റുമതിലിൻ്റെ അങ്ങോട്ട് ഫേസ് ചെയ്തുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. നമ്മളിപ്പോൾ ഇനിയിപ്പം കാണാൻ പോകുന്ന ക്ഷേത്രത്തിനെ ഫേസ് ചെയ്ത് ക്ഷേത്രത്തിനോട് ഫേസ് ചെയ്തിട്ട് ഒരു റൗണ്ടും കൂടെ ഒരു വലതും കൂടെ നമ്മൾ വെക്കുകയാണ്. അപ്പോൾ ഇതിനാ ക്ഷേത്രത്തിൻ്റെ അവിടെയുള്ള കുത്തുപണികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് പൂർണ്ണമായിട്ട് കാണാം. അതായത് മുഴുവൻ ഒരു പ്രാവശ്യം കൂടെ പുറകിൽ കൂടെ വലത് വെക്കാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ മൂന്നാമത്തെ പ്രദക്ഷിണമാണ് ചെയ്യുന്നത്. ക്ഷേത്രത്തെ ആകമാനം മൂന്നാമത്തെ പ്രദക്ഷിണമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ആദ്യം ഒന്ന് നമ്മൾ പുറത്ത് മുകളിൽ കൂടെ നടന്ന് ഒരു പ്രാവശ്യം പ്രദക്ഷിണം ചെയ്തു. പിന്നെ താഴെ ഇറങ്ങി വന്ന ചുറ്റമ്പലത്തിനകത്തൂടെ ഒന്ന് പ്രദക്ഷിണം ചെയ്തു. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നിരപ്പിലിറങ്ങി ക്ഷേത്രത്തിനോട് ഫേസ് ചെയ്ത് ഒരു പ്രദക്ഷിണം കൂടെ ചെയ്തു. അപ്പോൾ മൂന്നാമത്തെ പ്രദക്ഷിണമാണ് ചെയ്തത്. അങ്ങനെ 3 പ്രദക്ഷിണം ചെയ്ത് നമ്മളിപ്പോൾ വീണ്ടും ക്ഷേത്രത്തിൻ്റെ വലതുവശത്തുള്ള ആ പില്ലറിൻ്റെ ഭാഗത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്.
ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇത് പല നിലകളായിട്ടാണ് പണിതിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇടതുവശത്ത് ഒന്നാമത്തെ നിലയിലോട്ട് കയറുകയാണ്, മുകളിലത്തെ നിലയിലോട്ട് നമ്മൾ കയറുകയാണ്. ഇതുപോലത്തെ സ്റ്റെപ്പുകളാണ്. ഈ സ്റ്റെപ്പുകളൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വേറെ സ്റ്റെപ്പുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതല്ല, ഇവിടുത്തെ ഈ പാറയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഈ സ്റ്റെപ്പുകളെ കുത്തി എടുത്തിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ കാണുന്ന ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്ത് മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇത് മുമ്പ് നമ്മൾ ഇടതുവശത്ത് കണ്ട പോലെ തന്നെ വലതുവശത്തോട്ട് വരുമ്പോൾ വലതുവശത്ത് മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ആ കാണുന്ന ഒരു വാതിൽ വഴിയാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനകത്തൊരു ഗർഭഗൃഹത്തിനകത്തോട്ട് ഒരു വഴിയാണത്. നമ്മളെല്ലാ ശിവക്ഷേത്രത്തിലും കാണുന്ന പോലെ നന്ദിയുടെ ഒരു പ്രതിമയും ഇവിടെ കാണാം. നന്ദിക്കുമൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതോ ഇങ്ങനെയായിരുന്നു ആദ്യം മുതലെന്നും അറിയത്തില്ല. ഇപ്പം ഞാൻ ആ നന്ദിയൊക്കെ കണ്ട ഭാഗത്ത് നിന്ന് വീണ്ടും വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. അവിടെ നിന്ന് ഇപ്പം നമ്മൾ കാണുന്നത് ഇടതുവശത്തോട്ടുള്ള ദൃശ്യം. നേരെ കാണുന്ന ഭാഗത്താണ് മുമ്പ് നമ്മൾ നന്ദിയൊക്കെ കണ്ടത്. അവിടുന്ന് ഈ വലതുവശത്തോട്ടുള്ള ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഏകദേശം ഞാൻ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ വലതുവശത്തുള്ള പില്ലറാണ്. ഇവിടെ നമ്മൾ നേരെ നടന്നു പോകുന്നത് ഇനി ഗർഭഗൃഹത്തിനകത്തോട്ട് പോവാണ്. ഇതുണ്ടോ, ഇതുവഴി നടന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമെന്ന് തോന്നുന്നു. ഞാൻ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരിട്ട് വന്ന് കാണാതെ ഇതിനെക്കുറിച്ച് ഒരു നല്ലൊരു ഐഡിയ നമുക്ക് കിട്ടുകയില്ല. ഇതുണ്ട്, ഇതുവഴി നമ്മൾ കയറി മുന്നോട്ട് നടന്നു പോയി ആ കാണുന്ന ഇതാണ് ഗർഭഗൃഹത്തിന് നേരെ മുന്നിലുള്ള നമ്മൾ നന്ദിയുടെയൊക്കെ വിഗ്രഹം മുമ്പ് കണ്ട ആ സ്ഥലമാണ്. ഇതിലെ കയറി നന്ദിയുടെ മുമ്പ് നമ്മൾ കണ്ട നന്ദിയുടെയൊക്കെ പ്രതിമ തന്നെയാണിത്. ഇവിടുന്ന് കയറി ആ നേരെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇനി നമ്മൾ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഗർഭഗൃഹത്തിനകത്തോട്ടാണ് ചെല്ലുന്നത്. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ആർട്ടിഫിഷ്യലായിട്ടുള്ള വേറെ യാതൊരുവിധ ലൈറ്റുകളുമില്ല.
അതുകൊണ്ട് ലൈറ്റൊക്കെ ശകലം കുറവാണ്, കാഴ്ചകളൊന്നും അത്രയ്ക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റുകയില്ല. അങ്ങനെ കൈലാസ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ നേരെ മുന്നിൽ നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആ ദൂരെ കാണുന്നതാണ് ശിവലിംഗമൊക്കെ. അവിടെ വലിയൊരു ശിവലിംഗമാണുള്ളത്. ഞാൻ ഈ ശിവലിംഗത്തിൻ്റെയൊക്കെ ഞാൻ ഫോട്ടോ മൊബൈലിൽ എടുത്തിട്ടുണ്ട്, ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ലൈറ്റ് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ആ വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ അവസാന ഭാഗത്തായിട്ട് അകത്തെ ശ്രീകോവിലിലെ കാഴ്ചകളൊക്കെ, ശ്രീകോവിലിനകത്തും നമുക്ക് കയറാം. അവിടെ അകത്ത് കയറി നമുക്ക് ശിവലിംഗത്തിലൊക്കെ തൊടുകയും ഒക്കെ ചെയ്യും. ഇവിടെ ഇപ്പം ദൈനംദിന പൂജകൾ നടക്കുന്ന ഒരു ക്ഷേത്രമല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങനെ അവിടെ കയറുന്നതിനൊന്നും പ്രശ്നമില്ല. ഇപ്പം ഇവിടെ ഇരുട്ടാണെന്നും കാണത്തില്ല. ഞാൻ ഇവിടെ കാണാൻ പറ്റാത്ത ദൃശ്യങ്ങൾ ഞാൻ മൊബൈലിൽ എടുത്തിട്ടുണ്ട്. മൊബൈലിൽ എനിക്ക് ശകലം കൂടെ ലൈറ്റ് ശകലം കൂടെ ക്ലാരിറ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ അവസാനം, ഈ വീഡിയോ തീർന്നു കഴിഞ്ഞ അവസാന ഭാഗത്ത് മൊബൈലിൽ എടുത്ത ചിത്രങ്ങളും ഈ ഇതിനകത്തെ ശിവലിംഗത്തിൻ്റെ ഫോട്ടോയുള്ള ശിവലിംഗം സാമാന്യം നല്ല വലുപ്പമുള്ളൊരു ശിവലിംഗമാണ്, അതുമെല്ലാം കൂടെ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വെളിയിൽ ഇറങ്ങിയ ശ്രീകോവിലിന് ചുറ്റും ഒരു പ്രദക്ഷിണം വെക്കുവാണ്. അവിടെ ചെറിയ ഉപദേവതമാരുടെയും അങ്ങനെയുള്ള പ്രതിഷ്ഠകൾ ഒക്കെയുള്ള സ്ഥലങ്ങളാണ് കാണുന്നത്. നമ്മൾ സാധാരണ ഒരു ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യുന്ന അതേപോലെ തന്നെ സാധാരണ ഒരു ക്ഷേത്രത്തിൻ്റെ എല്ലാവിധ സ്ട്രക്ചറുകളും ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ആകെ ഇപ്പോൾ എത്ര 4-ാമത്തെ 5-ാമത്തെ പ്രാവശ്യമാണ് പ്രദക്ഷിണം വെക്കുന്നത്. ഇതുകൊണ്ട് ഇത് ഇവിടെയൊക്കെ നേരത്തെ അറിയത്തില്ല, വേറെ പ്രതിഷ്ഠകൾ വല്ലതും ഉണ്ടായിരുന്നതാണോ അതിനെക്കുറിച്ച് അറിയത്തില്ല. ഇപ്പോൾ ഇങ്ങനെ ഉപദേവത സങ്കല്പങ്ങളിൽ നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ശ്രീകോവിലിനോട് ചേർന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു പ്രദക്ഷിണം വെക്കുവാണ്. നമ്മളിങ്ങനെ വലതുവശത്തുകൊണ്ട് ഒരു പ്രദക്ഷിണം വെക്കുന്ന ഇതാണ് കാണുന്നത്. ഇത് ഞാൻ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുന്നിലെ ദൃശ്യങ്ങൾ മൊബൈലിൽ എടുത്തതാണ്. തീരെ ക്ലാരിറ്റി കുറവാണ്. ഇതിൻ്റെ ക്യാമറയിൽ തീരെ ലൈറ്റ് കുറവാണ്. ക്യാമറയ്ക്കകത്ത് ശകലം പോലും കിട്ടുകയില്ല. അതുകൊണ്ട് മൊബൈലിൽ എടുത്തതാണ്. ക്ലാരിറ്റിയൊക്കെ കുറവാണ്. നമ്മളിനി അടുത്ത ക്ലിപ്പിൽ ശ്രീകോവിലിനകത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അകത്തെ ശിവലിംഗം ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ക്യാമറയ്ക്ക് അവർ പറയുന്നുണ്ട് ക്യാമറയായിട്ട് എടുക്കരുതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വേറെ വലിയ പ്രശ്നങ്ങളൊന്നും, പൂജയൊന്നും ഇല്ലാത്ത ക്ഷേത്രം ആയതുകൊണ്ട് വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാണ് ഈ കൈലാസ ക്ഷേത്രത്തിലെ ശിവലിംഗ പ്രതിഷ്ഠയാണ് കാണുന്നത്. സാമാന്യം കണ്ട ഒരാൾ നിന്നിട്ട് ആളുടെ വലുപ്പത്തിലുണ്ട്. ശിവലിംഗത്തിൻ്റെ ബേസും എല്ലാം കൂടെ കൂട്ടിയിട്ട് അത്രയും ഒരാളുടെ വലുപ്പത്തിലുള്ളതാണ്. അപ്പോൾ ഇതാണ് കൈലാസ ക്ഷേത്രത്തിലെ ശിവലിംഗ പ്രതിഷ്ഠ. ഇവിടെ പൂജകളൊന്നും ഇല്ലെന്നുള്ളതാണ് അറിവ്. എന്ന് വെച്ചാൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ആൾക്കാർക്ക് ഇവിടെ പ്രവേശനമുള്ളൂ. പൂജാ കർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഇല്ലെന്ന് തന്നെയാണ്, ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് ഇല്ലാത്തൊരു ലക്ഷണമാണ്. അപ്പോൾ കൈലാസ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ മാത്രമാണ് നമ്മളത് കണ്ടത് ഇതുവരെ. കാഴ്ചകളുമായിട്ട് ഈ വീഡിയോ ഇവിടെ തൽക്കാലത്തേന് പൂർണ്ണമാവുകയാണ്. ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഏറ്റവും ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത് മുഴുവനായിട്ട് കണ്ടവർക്ക് വളരെ നന്ദി. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോ കൈലാസ ക്ഷേത്രത്തിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്, ഈ സെയിം വീഡിയോ അല്ല, അവിടെ വീണ്ടും പോയിട്ട് ഒരു ഗൈഡിനെ വെച്ചിട്ട് മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ, മുഴുവൻ ഇൻഫർമേഷൻസും കളക്ട് ചെയ്തിട്ട് വീണ്ടും അവിടെ പോയിട്ട് ഒരു മണിക്കൂറോളം എങ്കിലും ഒരു വീഡിയോ, അതായത് മുഴുവൻ വിവരങ്ങളും കൈലാസ ക്ഷേത്രത്തിനെക്കുറിച്ച് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ വിവരങ്ങളും
ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഒരു 3-4 മാസത്തിനകം ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഇതുപോലെ ഈ വീഡിയോ മുഴുവൻ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇത്തരം ഈ വീഡിയോ ഇഷ്ടമുള്ളവരിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്കുള്ള പോരായ്മകളും ഒക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നമസ്കാരം.